രണ്ട് ചെറിയ വചനങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വചനമാണ്. നാവിന്മേൽ കനമില്ലാത്തതും എന്നാൽ നാളെ നന്മ തിന്മകൾ തൂക്കുന്നതായ തുലാസിൽ നന്മകളുടെ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുന്ന ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ ദിക്റാണ് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ദിക്റാണ്. നാളെ നന്മയുടെ തുലാസിൽ ഭാരമുണ്ടാവുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ ആരെങ്കിലും ചെല്ലുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും കൂടുതലായി വർദ്ധിപ്പിക്കുന്നുണ്ടോ? വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ സമയങ്ങളിൽ ദുൽഖഅദ ദുൽഹിജ്ജ മാസങ്ങളിലാണ് നമ്മൾക്ക് വരുന്നത്. എത്ര പേര് ഇതൊക്കെ ഗൗനിച്ചവരുണ്ട്? അത് ഞാൻ പറഞ്ഞത്, ഈ വെക്കേഷനൊക്കെ വെറുതെ കളിച്ചും രസിച്ചും നമ്മളിങ്ങനെ കളഞ്ഞു, ഒരു കാര്യമാക്കിയിട്ടില്ല. മദ്രസയിൽ നിന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ഉസ്താദുമാർ. അത് കൃത്യമായി പ്രാക്ടിക്കലാക്കേണ്ടത് രക്ഷിതാക്കളാണ്. ഉമ്മ മകളെ ഇമാമത്ത് നിർത്തണം. മോളോട് പറയണം, നീ നിൽക്ക്, നിസ്കരിക്കുക, മഗ്‌രിബ് നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം, എന്നിട്ട് ഒരുമിച്ച് ഒളു എടുത്തിട്ട് വന്ന് നിസ്കരിക്കാം. അവൾ ഒളു എടുക്കുന്ന ഒളു കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കൈകാലുകളൊക്കെ നല്ല കറക്റ്റായിട്ട് കഴുകുന്നുണ്ടോ, എങ്ങനെയുണ്ട്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എടാ, മദ്രസയിൽ ഇതിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വൃത്തിയായിട്ട് പ്രാക്ടിക്കലാക്കി നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കണം. വാപ്പായും ഉമ്മായും ചെറുപ്പത്തിലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ശീലം തന്നെ അങ്ങനെ തന്നെ പോരും. കാല് ചെറുപ്പത്തിൽ നേരെ ചൊവ്വ കഴുകാത്ത കുട്ടി അവന് 50 വയസ്സ് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഉണ്ട്, അങ്ങനെ തന്നെ കഴുകുള്ളൂ. അവൻ വൃത്തിയായിട്ട് കഴുകൂല, കണങ്കാലും കൊണ്ട് കയറ്റി കഴുകൂല. കൈകാലുകൾ കയറ്റി കഴുകുന്ന ആളുകൾക്ക് ഉറം മുഹജ്ജിലീൻ എന്നാ പറയാ. നാളെ വെളുത്ത ഭാഗമായിട്ട് ഇരിക്കും ആ ഭാഗങ്ങൾ. അവരെ പ്രത്യേകം അല്ലാഹു വിളിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, നാളെ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട്, കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മഹ്ശറിൽ വിചാരണ ചെയ്യുന്ന സമയത്ത് അല്ലാഹു കൈകാലുകൾ വെളുത്തതായ ഖുർറം മുഹജ്ജിലീങ്ങളെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. സ്വർഗത്തിന്റെ വാതാനങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല, ചെറിയ കാര്യങ്ങൾ കൊണ്ട് സ്വർഗം വാതിൽ തുറക്കും. ചെറിയ നന്മകൾ കൊണ്ട് തന്നെ അള്ളാഹു സ്വർഗം തരും. അത് നിത്യമാക്കണം. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. ചെറിയ അമൽ നിത്യമായി ചെയ്യുകയാണ്. വളരെ കുറഞ്ഞ അമലേ ഉള്ളെങ്കിലും അള്ളാഹു വലിയ ഇഷ്ടമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. കുറച്ച് കാര്യങ്ങളെ നിന്റെ ജീവിതത്തിലുള്ളൂ, പക്ഷെ അത് മുടങ്ങൂല. എല്ലാ ദിവസവും 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 100 ഇസ്തിഗ്ഫാർ, 100 ലാ ഹൗല, അങ്ങനെ തുടങ്ങിയ കുറഞ്ഞ അദ്കാറുകളേ ഉള്ളൂ. എല്ലാ ദിവസവും ചെയ്യും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 എണ്ണം. അങ്ങനെ ഡെയിലി 5 വഖത്ത് നിസ്കാരം, അതിൻ്റെതാകുന്ന റവാത്തിബ് സുന്നത്തുകൾ ഒക്കെ കറക്റ്റാണ്. നിനക്ക് രക്ഷപ്പെടാൻ അത് മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് മുടക്കരുത്, അത് നിത്യമായി കൊണ്ടുവരണം. അള്ളാഹു വലിയ ഇഷ്ടമാണത്. ഹബീബായ റസൂലുള്ളാഹി, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന കാര്യം കുറഞ്ഞ അമലേ ഉള്ളതെങ്കിലും അത് നിത്യമായി ചെയ്യലാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുടങ്ങാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു വരണം. ഒരു ദിവസം പോലും മുടക്കം വരാൻ പാടില്ല. നന്മയാർന്ന പ്രവർത്തനങ്ങൾ വരണം. അത് വാപ്പായിൽ നിന്നും ഉമ്മായിൽ നിന്നും കണ്ടിട്ടാണ് ഇത് വളരുക. അതിന് വാപ്പായും ഉമ്മായും ചെറുപ്പത്തിലേ തന്നെ നല്ല ദാക്കിരീങ്ങളാകണം, എങ്കിൽ രക്ഷപ്പെട്ടു. വദാകിരീനല്ലാഹ കസീറാ വദാകിറാത്ത് അഅദ്ദ ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ അല്ലാഹുവിനെ സ്മരിക്കുകയും ദിക്ർ ചൊല്ലുകയും ചെയ്തതായ ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, വിശ്വാസിനികളുണ്ടോ, ഉന്നതമായ സ്ഥാനമാണ് അല്ലാഹു നൽകുക. പാപമോചനം ഉറപ്പാണ്. അഅദ്ദ ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. എപ്പോഴും നല്ല ദിക്ർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ പഴയകാല വാപ്പാ ഉമ്മാക്കൊന്ന് ചിന്തിച്ചു നോക്ക്. അവർക്കൊക്കെ സ്വന്തമായി മുസഹഫുണ്ട്. ഇന്നിപ്പോൾ ഈ ഇരിക്കുന്ന നമ്മളിൽ എത്ര പേര് നമുക്ക് സ്വന്തമായി മുസഹഫുണ്ട്? ചിന്തിക്ക്. നമ്മൾ പറയും നമ്മുടെ മുസഹഫല്ല നമ്മുടെയാണെന്നാണ് പറയുന്നത്. വീട്ടിലുള്ള എല്ലാ മുസഹഫും അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. എൻ്റെ മുസഹഫ് എന്ന് പറയാൻ അവനവന് സ്വന്തമായ ഒരു മുസഹഫ് ഉണ്ടോ എന്നുള്ളതാണ്.
നിൻ്റെ യാത്രാവേളകൾ. ഞാനിപ്പോൾ ഇന്നിങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോൾ അദ്ദേഹം ഒരു മുസഹഫ് കയ്യിൽ വെച്ചുകൊണ്ട് ഓതുന്നു. വന്ദേ ഭാരത് ട്രെയിനിലിരുന്നിട്ട് വലിയ മുസഹഫാണ് കയ്യിൽ പിടിച്ചിട്ട് ഓതുകയാണ്. നമ്മളൊക്കെ യാത്രാവേളയിൽ അങ്ങനെ ഒരു മുസാഫ് കൊണ്ടുപോകാൻ തന്നെ മടിക്കും. എന്തിനാ ഇപ്പം അത് മൊബൈലുണ്ടല്ലോ എന്ന് ഓർക്കും. മുസാഫ് തുറന്നു വെച്ചാൽ നല്ല വൃത്തിക്കിരുന്ന് ഓതുകയാണ്. ഒച്ചപ്പാടൊന്നുമില്ല, പതുക്കെ സാവധാനത്തിൽ, ആരെയും ബുദ്ധിമുട്ടിക്കൊന്നൊന്നുമില്ല. നമ്മൾ ഉംറയ്ക്ക് പോയാൽ പോലും അള്ളാഹത്ത് മുസാഫില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അച്ചാർ എടുക്കാൻ മറന്നിട്ടില്ല. ചെമ്മീൻ ചമ്മന്തി വാങ്ങിച്ചിട്ട് 1.5 കിലോ വാങ്ങിച്ചിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ഇഹ്റാമിൻ്റെ ഡ്രസ്സേ മുഴുവൻ ചെമ്മീൻ ചമ്മന്തി പൊടിയാണ്, റോക്കേട് കയറും. ഹാജിയാർ തവാഫ് ചെയ്യുന്ന വേളയിൽ നോക്കുമ്പോൾ ചെമ്മീൻ ഇരിക്കുന്നു റൗണ്ട് ചെയ്തിട്ട് തുണിക്കകത്ത് മുഴുവൻ. അള്ളാഹു മുളക്കാക്കട്ടെ. നമ്മൾ അതൊക്കെയാണ് കൊണ്ടുപോകുന്നത്. തഖ്വ മുറുകെ പിടിക്കുന്ന ഒന്നും നമ്മൾ കൊണ്ട് നടക്കാറില്ല. നമുക്ക് എൻ്റെ മുസഹഫ് എന്ന് പറയാൻ എത്ര പേരുടെ കയ്യിൽ മുസഹഫ് ഉണ്ട്? ഓതലുണ്ടോ? മുസഹഫുള്ള ആളുകൾ തന്നെ ഉണ്ടാവാം. എത്ര പേര് ഓതുന്നുണ്ട്? ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതുന്നവരുണ്ടോ? യാസീൻ പോലും ഡെയിലി ഓതാത്ത ആളുകൾ ഇന്നത്തെ തലമുറയിൽ വന്നു കയറുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആകെ ഓതിയിരുന്നത് യാസീനാണ് എല്ലാ ദിവസവും. അതുപോലും ഇന്ന് കറക്റ്റ് അല്ല. മിക്ക ആളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത യാസീൻ സബാഹൻ വമസാഅ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും യാസീനെ പതിവായി ഓതിയിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഒരു ദിവസം പോലും മുടങ്ങിയിരുന്നില്ല. അതാണ് കാന എന്ന പദപ്രയോഗത്തിലൂടെ മനസ്സിലാക്കുന്നത്. ദവാമിനെ കുറിക്കും നിത്യമായി ചെയ്തിരുന്ന അമലാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു. യാസീൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഓതിയോ അത് ഹാസിലാകുമെന്നും നബിയുനാ റസൂലുള്ളാഹി. രോഗശമനത്തിന് വേണ്ടി ഓതാം, പാപമോചനത്തിന് വേണ്ടി ഓതാം, മക്കളെ സാലിഹീങ്ങളാകാൻ ഓതാം, റിസ്ക് വിശാലമാകാൻ ഓതാം. ഭർത്താവ് പ്രവാസ ലോകത്ത് കഷ്ടയാതനകൾ അനുഭവിച്ചുകൊണ്ട് വർഷങ്ങളായി തനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടിക്കൊണ്ട് നിലകൊള്ളുന്ന ഭർത്താവാണ്. അദ്ദേഹത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ജോലിയിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പെങ്ങളെ, നിയ്യത്ത് വെച്ചുകൊണ്ട് ഓതണ്ട സൂറത്താണ് യാസീൻ. യാസീൻ എന്ന സൂറത്തിൽ ലിമാ ഖുരിഅ ലഹു, എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ഓതിയാലും അത് ഹാസിലാകുമേ എന്ന് പറഞ്ഞത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാസീൻ നമ്മളത് വിട്ടുകളഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ സൂറത്തെന്ന് നബിയോനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, മൻ ഖറഅ സൂറത്തൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ ലം യജിദുഹു ഫഖത്തുൻ അബദാ. എല്ലാ രാത്രിയിലും മുടങ്ങാതെ സൂറത്തുൽ വാഖിയ ഏതൊരു സത്യവിശ്വാസി പാരായണം ചെയ്യുന്നു, ദാരിദ്ര്യം അവന് ഉണ്ടാവുകയില്ല എന്ന് നബിയോനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസാൻ ലം യജിദുഹു ഫഖത്തുൻ അബദാ. ഒരിക്കലും അതാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്തോദനം? എല്ലാ ദിവസവും എന്തോദനം? സൂറത്തുൽ വാഖിയ ഓതണം. ഇതൊക്കെ വെറുതെ പഠിപ്പിച്ചതല്ല, ഇതൊക്കെ മാതാപിതാക്കൾ ചെയ്യണം. അപ്പോഴാണത് മക്കൾ കണ്ടിട്ട് ചെയ്യുക. നമ്മളിതൊക്കെ അറിയാം, ഈ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. യാസീന്റെ മഹത്തറിയാം, വാഖിയയുടെ മഹത്തറിയാം, സൂറത്തുൽ മുൽക്കിന്റെ മഹത്തറിയാം, പക്ഷെ ഓതുന്നില്ല. അതാണ് വിഷയം. ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്താൽ വലിയ പുണ്യമാണെന്ന്. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല, സമയം കിട്ടുന്നില്ല എന്നാ പറയാം. എന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എല്ലാത്തിനും സമയം ഉണ്ടാവും.
തിരക്കിട്ട യാത്രയാണ്, വണ്ടി ആക്സിഡന്റ് ആയി, നല്ല തിരക്കാ. ഇപ്പൊ നേരെ പോയി എയർപോർട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അവിടെ എത്തി, ഫ്ലൈറ്റ് എത്തി, നേരെ അവൻ്റെ ജോലി സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ വിസയുടെ പ്രശ്നം വരും, ഒക്കെ ഉണ്ടാകും. പക്ഷെ ആക്സിഡന്റ് ഉണ്ടായി, 2 മാസം ആചാര്യ ഇവിടെ കിടക്കേണ്ടി വന്നു, ഒരു പ്രശ്നമില്ല, എല്ലാ തിരക്കും കഴിഞ്ഞു. എടാ, ഇതുപോലൊരു പ്രശ്നമുണ്ടായി കഴിഞ്ഞിട്ടല്ല പിന്നീട് സങ്കടപ്പെടേണ്ടത്, അതിനു മുമ്പ് തന്നെ സമയം കണ്ടെത്തണം. എല്ലാത്തിനും സമയം കണ്ടെത്തണം, എല്ലാത്തിനും സമയമുണ്ട്. നമ്മൾ നിയത്ത് വെച്ചാൽ റെഡിയാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ അതിനു വേണ്ടി തയ്യാറാകണം. ഖുർആൻ ഓതാൻ തയ്യാറാകണം, ദിക്ർ ചൊല്ലാൻ തയ്യാറാകണം. വീട്ടിലൊക്കെ ബറക്കത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, അതിനുവേണ്ടി ഓടി നടക്കുന്നവരുണ്ട്. ബറക്കത്തുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ, നബിതങ്ങൾ പറയുന്നു, അൽ ബൈത്തുല്ലദി യഖറഉ ഫീഹിൽ ഖുർആൻ യക്സുറു ഖൈറുഹു വയത്തസിഉ അലാ അഹ്ലിഹി ശഫീഉനാ റസൂലുള്ളാഹി. ഒരു വീട്ടിൽ നിത്യമായ ഖുർആൻ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ബറക്കത്ത് അധികരിക്കും. ഞാനല്ല പറഞ്ഞത്, ഹബീബ് മുഹമ്മദ് മുസ്തഫ. വയത്തസിഉ അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് ആ വീട് തന്നെ അവർക്കുള്ളതാകുന്ന സംഭവങ്ങളും വിഷയങ്ങളും ഒക്കെ തന്നെ വിശാലതയാകുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാത്തിനും വിശാലതയുണ്ടാകും. മക്കളിൽ വിശാലതയുണ്ടാകും, ഭക്ഷണത്തിന് വിശാലതയുണ്ടാകും. അവൻ അള്ളാഹു നൽകിയിരിക്കുന്ന വാഹനത്തിനും കുടുംബത്തിനും എല്ലാത്തിനും അവന് മതിയാകുന്നതായി തോന്നും ആ ഖുർആനോത്തിലൂടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 8 മുഴം നീളം 10 മുഴം വീതിയുള്ളതാകുന്ന ചെറിയ ഒരു വീടായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിലെ എല്ലാ കാര്യവും നടന്നിരുന്നത്. കിടപ്പുമുറി അതിലാണ്, അടുക്കള അതിലാണ്, എല്ലാ സംഭവവും അതിലാണ്. പക്ഷെ അവർക്ക് വിശാലതയുണ്ട് ആ വീട്ടിൽ, ഒരു പ്രശ്നമില്ല. 8 മുഴം നീളം 10 മുഴം വീതി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജേ ഉള്ളൂ. ഈ സ്റ്റേജിന്റെ വലിപ്പം ഈ പറയുന്നത് അത്ര തന്നെ ഇല്ല. ഇത് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ വലിപ്പമാണ് ഈ പറയുന്നത്. ഇത്ര തന്നെ ഈ സ്റ്റേജിന്റെ വലിപ്പം പോലും ഇല്ലാത്തടത്ത് നബിതങ്ങൾ സൗകര്യത്തോടു കൂടി ജീവിച്ചിരുന്നു എന്ന് എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? എന്താ കാരണം? എപ്പോഴും ഖുർആനോത്ത. നമ്മൾ ഖുർആനോതെന്ന് പറയുന്ന സംഭവമില്ല. ഖുർആൻ എവിടെയൊക്കെ ഉണ്ട്. വീട് ഉൾക്കാളിക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലോ വല്യമ്മയുടെ കൈ ഖുർആനും കൊടുത്തോണ്ടൊരു കയറ്റമുണ്ട്. അത് വലിയ സംഭവമായിട്ടാണ് എടുക്കുന്നത്. ആയിക്കോട്ടെ, മുസാഫ് പിടിച്ചോണ്ട് ഈ മുസാഫ് ഏതോ മൂലയ്ക്ക് കൊണ്ട് വെക്കുന്നതല്ല, ഇതൊന്നും ഓതണ്ടേ? ഒരു അൽബക്കറ സൂറത്തെങ്കിലും ഓതണ്ടേ? പലപ്പോഴെങ്കിലും മാസത്തിലെങ്കിലും അൽബക്കറ ഓതിയാൽ പിശാച് ഒഴിഞ്ഞു പോകും, ഉറപ്പാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ ശ്മശാനമാക്കരുതേ, ഖബർ പോലെ മുഖമാകുന്ന അന്തരീക്ഷമാക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈനൽ ബൈത്തല്ലദി യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിശാച് കടക്കൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ പിശാചികന്റെ ഉപദ്രവം ഉണ്ടാവൂല. നമ്മൾ കാണുന്നില്ല, ഏർവാടിയിലും എന്ന് വേണ്ട ഭീമാപ്പള്ളിയിലും എത്രയെത്ര സ്ഥലങ്ങളിൽ വലിയതാകുന്ന പൈശാചിക ഉപദ്രവങ്ങളുള്ള ആളുകളെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടതായ എത്രയോ സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹുർക്ക് പരിപൂർണ്ണ ശമനം നൽകട്ടെ. അവരുടെ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ, മാസങ്ങളായി വർഷങ്ങളായിട്ട് മക്കൾക്കുണ്ടാകുന്ന ഈ പൈശാചികത ഒഴിവാക്കാൻ എത്ര മാസങ്ങളായിട്ട് അവർ നടക്കാൻ. ഈ പൈശാചികത നിന്റെ ജീവിതത്തിൽ, നിന്റെ വീട്ടിൽ ഒരാൾക്കും ഉണ്ടാവൂല. നിന്റെ വീട്ടിലും അത്തരത്തിലുള്ളതാകുന്ന ശർറ് വരൂല. അൽ ബൈത്തുല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താനുൻ ശഫീഉനാ റസൂലുള്ളാഹി. സൂറത്തുൽ ബഖറ ഓതിയ വീട്ടിൽ പിശാച് കിടക്കൂല. അപ്പോൾ ഒരു വീട് കുടിയിരിക്കുമ്പോൾ ഒരു 30 ആൾ ഒരുമിച്ച് ചേർന്നിട്ട് ഓരോ ജുസു വീതം വെച്ച് നല്ല റാഹത്തായിട്ടൊരു ഖത്മങ്ങ് ഓതണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഖത്ത് ഓതണം രാവിലെ തന്നെ റാഹത്തായിട്ട്. അതിനൊന്നും കാശില്ലെങ്കിൽ പിന്നെ എന്തിനാ ആചരിക്കുന്നത്? അത് ഓദിക്കുക, നല്ല റാഹത്തുള്ള നല്ല രീതി ഓദിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഉസ്താദെ മൗലൂദ് വേണ്ടേ? മൗലൂദ് വേണം. മൗലൂദ് ഓതേണ്ട സ്ഥലത്ത് മൗലൂദ് ഓതണം. മൗലൂദ് ഓദിക്കുക, മൗലൂദ് എടുത്ത് കളയാനുള്ളതല്ല. മൗലൂദ് ഓതിയാൽ എല്ലാ ഷർറുകളും ഒഴിയും. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം
തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ വീട്ടിൽ ആലപിച്ചാൽ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ്, സംരക്ഷണമാണ്. ഇത് ബഹുമാനപ്പെട്ടതാകുന്ന മർഹൂം ശൈഖുന തലവ ഉസ്താദിന്റെ വരികളാണ്. അവിടുന്ന് മാത്രമല്ല ഇത് ലോകരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് ശമായിൽ വ്യക്തമായി പഠിപ്പിച്ച ആശയമാണ്. ബഹുമാനപ്പെട്ട പ്രവാചകരുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഗദ്യപദ്യ രൂപത്തിലുള്ളതാകുന്ന മൗലിദിന്റെ പ്രകീർത്തനങ്ങൾ ഒരു വീട്ടിൽ ആലപിച്ചിട്ടുണ്ടോ, കള്ളന്റെ ശല്യം അല്ലാഹു പരിപൂർണമായി ഒഴിവാക്കുകയാണ്. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാവൽ നൽകുമേ, പരിപൂർണമായ സംരക്ഷണം അവർക്കും അവരുടെ കുടുംബത്തിനും അല്ലാഹു നൽകുമേ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അത് ഓതുന്നതിൽ എതിർപ്പില്ല, അത് ഓതണം, അത് ചെയ്യൽ നല്ലതാണ്, ഏറ്റവും നല്ല പുണ്യകർമ്മമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പക്ഷെ അതോടൊപ്പം തന്നെ ഖുർആൻ ഇല്ലാതാകരുത്, ഖുർആനും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു അൽ ബഖറ സൂറത്തങ്ങോട് ഓതണം, പിശാചിനെ തുരത്താൻ അതിനേക്കാൾ നല്ല മരുന്നില്ല. വൽ ബൈത്തുല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്വാൻ. പിശാച് കടക്കൂല. ഹബീബ് റസൂലുള്ളാഹി സാധാ അന്നൊന്നും ഓതാൻ പറ്റില്ല, എന്നാ ഓദിക്കും അടുത്ത ദിവസം തന്നെ. അതിനാണ് എപ്പോഴും ഇങ്ങനെ ഖത്ം ഓതണമെന്ന് പറഞ്ഞത്. ഖുർആൻ ഇങ്ങനെ ഖത്ം ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലെന്തുണ്ട്? അൽ ബഖറ സൂറത്തുണ്ട്. ഖുർആൻ എപ്പോഴും ഓതി ലാസ്റ്റ് ആയത്ത് സൂറത്തു നാസ് ഓതിയിട്ട് അങ്ങനെ നിർത്താൻ പാടില്ല എന്നാണ്. വീണ്ടും എന്ത് ഓതി തുടങ്ങണം? ഫാത്തിഹ ഓതി അൽ ബഖറ ഓതി അൽ ബഖറയുടെ ഒരു 5 ആയത്തെങ്കിലും ഓതി വെക്കണമെന്ന്. അങ്ങനെയാണ് എപ്പോഴും ഖത്ബ് തീർക്കും. അല്ലാതെ ആ ഓതി തീർന്നല്ല റാഹത്ത്. ഇനിയിപ്പോൾ അടുത്ത വർഷം കാണാം. സാബിവര്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് ഹബീബേ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, അൽ ഹാലു വൽ മുർതഹീൽ, ഹാലും മുർതഹീലുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അല്ലാഹുവിനേതാണ്? നബി തങ്ങൾ പറഞ്ഞു അൽ ഹാലു വൽ മുർതഹീലു. സഹാബത്തിന് മനസ്സിലായില്ല എന്താണ് ഹാല്. നമ്മൾ ഹാലെന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ നടക്കും, അതൊരു ഹാലായിട്ട് മനസ്സിലാകും. ഇതാണ് നമ്മുടെ ഹാല്. ഏതാണ് ഈ ഹാല്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ഖതമ ഖത്മത ഇസ്തഅനഫ ഖത്മതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവണതയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് ഓതുക. ഒരു വട്ടം ഇങ്ങനെ ഓതി ലാസ്റ്റ് എത്തി വീണ്ടും എന്ത് ചെയ്യുക? ഫാത്തിഹ അൽ ബഖറ ഒരു 5 ആയത്ത് ഓതി നിർത്തുക. എന്നിട്ട് അന്നത് വെച്ചു വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും തുടങ്ങുക, അവിടെ മുതൽ വീണ്ടും ഇങ്ങനെ വേണം ഓതി. ഇത് എന്നിട്ട് വീണ്ടും തീർന്നു കഴിയുമ്പോൾ വീണ്ടും തുടങ്ങി വെക്കുക. ഇതിങ്ങനെ കറാത്ത് മറാത്ത് ആവർത്തിച്ച് ഖുർആൻ ഇങ്ങനെ ഓതൽ വാക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഇനി അതാ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉറപ്പാ നമ്മളെ കണ്ടുകൊണ്ട് മക്കൾ ഖുർആൻ എടുക്കും ഓട്ടോമാറ്റിക്കാണ്. മുൻഗാമികളാകുന്ന അംബിയാ മുർസലീങ്ങളിൽ 313 പേരെ 1,24,000 നിന്ന് റസൂലുകളായി കടന്നു വന്നിട്ടുള്ളൂ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, റസൂലും നബിയും രണ്ടും രണ്ടാണ്.
1,24,000-ൽ നിന്ന് 313 പേർ മാത്രമാണ് ഇസ്ലാമിക ദഅവത്തുമായി പ്രബോധന വീതിയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നല്ല ജീവിതം കാഴ്ചവെച്ച് ജീവിച്ചവരാ. അവരാരും ഒരാളെ ദീനിലേക്ക് ക്ഷണിക്കാൻ പോയിട്ടില്ല. അവ ഏറ്റവും കൂടുതൽ ആളുകൾ നബിയായിട്ടാണോ അതല്ല റസൂലായിട്ടാണോ ഉള്ളത്? അമ്പിയാക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്. റസൂലായിട്ട് എത്ര പേരുള്ളൂ? 1,24,000-ൽ നിന്ന് എത്ര പേരാ? 313 പേർ. ദീനി ദഅവത്തുമായി ഇറങ്ങിത്തിരിച്ചത് വെറും 313 പേർ മാത്രമാണ്. അതിൽപ്പെട്ടവരാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബി നബിയുമാണ്, റസൂലുമാണ്. അപ്പൊ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ ജനങ്ങളിൽ കാണിച്ച് ജീവിച്ചു. അവരെ കണ്ട് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് വന്നു. നമ്മളെ കണ്ടിട്ട് എത്ര പേർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഉള്ള ഈമാൻ തെറ്റിയപ്പോൾ നിൽക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആര്യാരുടെ ജീവിതം കണ്ടിട്ട് മനസ്സിലായി ഏകദേശം പടച്ചവൻ ഈ കോലത്തിലാണെങ്കിൽ മുസ്ലിമായി ജീവിക്കേണ്ടെന്ന്. ആ കോലത്തിലെപ്പോൾ ഉള്ളത്. കാരണം അതുപോലെയാണ് സ്വഭാവം. നമ്മുടെ സ്വഭാവം കണ്ടിട്ട് മാഷാ അല്ലാ, ആ ഹാജിയാർ എത്ര നല്ല സ്വഭാവമാണ്, നല്ല സ്വാലിഹായ മനുഷ്യനാണ്. ഈ അടുത്ത് കണ്ടില്ലേ മലപ്പുറം ജില്ല വലിയ വിവാദത്തിലേക്ക് നയിച്ചപ്പോൾ ആ മലപ്പുറം ജില്ലക്കാരെ കുറിച്ച് അമുസ്ലിമീങ്ങളായ ആളുകൾ വരെ പരസ്യമായിട്ട് പറയാണ്, സോഷ്യൽ മീഡിയയിലടക്കം, ജീവിക്കുകയാണെങ്കിൽ മലപ്പുറംകാരനായിട്ട് ജീവിക്കണമെന്ന്. കാരണം എന്തുകൊണ്ട്? മലപ്പുറം ജില്ലയിൽ അത്ര നല്ല സ്വാലിഹീങ്ങളായ ആളുകളാണ്, സ്വഭാവം പക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ വസിക്കുന്നതാകുന്ന മലപ്പുറം ജില്ലയെ നമ്പർ 1 സ്ഥാനത്തേക്ക് എടുത്തുയർത്തിയത് നമ്മളല്ല. സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും അമുസ്ലിമീങ്ങളും ക്രൈസ്തവരും ഹൈന്ദവരും മതമില്ലാത്തവരും അടക്കം അവിടെ നല്ല സ്വഭാവികളാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ പ്രത്യേകമായി ഉയർത്തിക്കാട്ടി. എന്നാൽ ഒരു വിഭാഗം ആളുകൾ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ആ രാജ്യത്തുകൂടി പോയാൽ, ആ ഭാഗത്തുകൂടി പോയാൽ റമദാൻ മാസത്തിൽ വെള്ളം കിട്ടാതെ ചാവും എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെ വാക്കും കൂട്ടുന്ന വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഇതിനെതിരെ ആളുകൾ തന്നെ ശബ്ദിച്ചത്. മുസ്ലിമീങ്ങളടക്കം പറഞ്ഞു, അല്ല, ആ നാട് ഏറ്റവും നല്ല സ്നേഹമുള്ള നാടാണ്, ആ നാട്ടിൽ ചെന്നാലേ വെള്ളം കിട്ടി മരിക്കുകയുള്ളൂ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? സ്വഭാവം കണ്ടിട്ടാണ്. ഇതേപോലെ നമ്മുടെ സ്വഭാവം നന്നാക്കിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നന്നാക്കുമാറാവട്ടെ. അതിന് നമ്മൾ ദീൻ മുറുകെ പിടിച്ചാൽ അത് വേറെ ഒന്നും വേണ്ട. നാളെ തന്നെ പ്രത്യേകിച്ച് അതിനുവേണ്ടി വേറെ കോഴ്സിലൊന്നും ചേരണ്ട. ദീൻ മുറുകെ പിടിച്ച് ജീവിച്ചാൽ മതി. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരാളോടും വെറുപ്പോ വിദ്വേഷമോ വൈര്യമോ വെച്ച് പുലർത്തൂല. എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും വെച്ച് പുലർത്തി ജീവിക്കുന്നവനാണ്. എല്ലാവരോടും ഇഷ്ടം, എല്ലാവരോടും സ്നേഹം, ഒരാളോടും വെറുപ്പില്ല. മുസ്ലിമിനോടൊന്നില്ല, മുസ്ലിമിനോടൊന്നില്ല, എല്ലാവരോടും സ്നേഹസമസ്രണമാകുന്ന പെരുമാറ്റം വെച്ച് പുലർത്തിയവൻ. അവൻ മുഖേന മറ്റൊരാൾക്ക് വേദന ഉണ്ടാവുകയില്ല. അതാണ് മുസ്ലിമിൻ്റെ ഐഡന്റിറ്റി. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിൽ നിന്നും മരിച്ചു കാണാൻ വേണ്ടി കൊതിക്കുന്നതായ നാട്ടുകാരുണ്ടാകും, അയൽവാസികളുണ്ടാകും, ബന്ധുക്കളുണ്ടാകും, സമൂഹമുണ്ടാകും. അവനൊന്നും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ മരിച്ചാൽ 10 പേര് നമ്മളെ ഓർത്തുകൊണ്ട് പടച്ചറബേ അയാൾ മരണപ്പെട്ടു പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെടുമോ? എത്ര പേരുണ്ടാകും? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 10 പേര് നന്മ പറയുമോ? ഇന്ന് മരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പല ആളുകൾ നിങ്ങളുടെ പൈസ കണ്ട് കൂടിയവരുണ്ടാവും. അവർ ചിലപ്പോൾ പറയുള്ളൂ, ഹാജിയാർ പോയോണ്ട് ഇപ്പോൾ ആ പഴയ കൈമടക്കൊക്കെ പോയി, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയും. അതല്ലാതെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പടച്ചറബേ സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞ് വേദനിക്കുന്നവർ എത്ര പേരുണ്ടാവും? അതല്ല, മരിച്ചു കഴിയുമ്പോഴത്തേക്കും പടച്ചറബേ അയാൾ മരിച്ചത് നന്നായല്ലോ എന്ന് പറയുന്ന ആളുകളാണോ കൂടുതലുണ്ടാവുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ മനസ്സ് തന്നെ പറയും, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നന്നായി പോയി എന്ന് പറയുന്ന കൗമാണ് ഇപ്പോഴത്തെ ഏകദേശം ഉള്ളത് ഉസ്താദ്. അപ്പം നമുക്ക് എവിടെയൊക്കെയോ പ്രശ്നമുണ്ട്. നമ്മളൊന്ന് റെഡിയായാൽ ഇതൊക്കെ മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ റെഡിയായെങ്കിലേ മക്കളും റെഡിയാവുള്ളൂ. അതിനാണ് ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത്. നമ്മൾ നിസ്കാരം വേണം. പള്ളിയിലേക്ക് പോകുമ്പോൾ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരണം വാപ്പ. ഈ വെക്കേഷൻ സമയത്ത് എത്ര പേര് മകനെയും കൂട്ടി പള്ളിയിലേക്ക് വന്നവരുണ്ട്. ഉമ്മ മകളെ കൊണ്ട് നിസ്കരിപ്പിക്കണം. വാ മോളെ, നീ വന്നിട്ടേ മുസല്ല ഇരിക്കുന്നുള്ളൂ, വേമ്പ ഒതു എടുത്തുകൊണ്ട് മകളുമായിട്ട് വന്ന് അവളുമായിട്ട് ഒരുമിച്ച് നിസ്കരിക്കുക. അപ്പോൾ ആ നിസ്കാരത്തിലുള്ള അപാകതകളൊക്കെ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മോളെ ഇങ്ങനെയല്ല കൈവെക്കേണ്ടത്, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് ഉമ്മ എപ്പോഴെങ്കിലും പറയാം, നീ പോയി നിസ്കരിച്ചു. വാപ്പയാണെങ്കിലോ പള്ളി പൊയ്ക്കോ എന്ന് പറയാൻ. ഇങ്ങനെ പറഞ്ഞ് വിട്ടിട്ട് കാര്യമില്ല, കൂടെ നിർത്തി കൈകാര്യം ചെയ്യിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം, തുടക്കമേ ശ്രദ്ധിക്കണം. കുട്ടികളിൽ പൈശാചികത ഇല്ലാതാക്കാൻ ആദ്യമേ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണല്ലോ ദീനിയായ മതബോധമുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയാൻ തന്നെ കാരണം.
പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണം. വിവാഹം കഴിക്കുമ്പോൾ ചെറുപ്പക്കാരനായ ആളുകൾ അവൻ കഞ്ചാവും ലഹരിയൊന്നും ഇല്ലാത്ത നല്ല സ്വാലിഹായ മനുഷ്യനാകണോ അല്ലയോ എന്നുള്ളത് പരിശോധന നടത്തണം. അല്ലാതെ ഒരു വിഭാഗം മാത്രം പോരാ. വരൻ വധുവിനെ തേടുമ്പോഴും വധു വരനെ തേടുന്ന സമയത്തും രണ്ടുപേരും മതബോധമുള്ളവരെ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ അതിലൂടെ ജനിക്കുന്ന സന്താനങ്ങൾ സ്വാലിഹീങ്ങളായി തീരുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം ഇതൊരു തലമുറയെ സൃഷ്ടിക്കപ്പെടാൻ പോവാൻ. വാപ്പ ഉമ്മയിലൂടെ ഇനി ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ തലമുറകൾ മുഴുവനും സ്വാലിഹീങ്ങളാകണമെങ്കിൽ ഈ മാതാപിതാക്കൾ സ്വാലിഹീങ്ങളായിരിക്കണം. നിസ്സാര വിഷയമല്ല. അതുകൊണ്ടാണല്ലോ ഒരു വിവാഹം കഴിഞ്ഞിട്ട് പെണ്ണിനെ ആദ്യം കാണുമ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണിന്റെ മൂർധാവിലേക്ക് തലയിലേക്ക് വരൻ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈഹി. അല്ലാഹു ഇവളിലുള്ള എല്ലാ ഖൈറിനെയും, ഇവളെ ഏതെല്ലാം പ്രകൃതത്തിന്മേലാണോ നീ പടച്ചത്, ആ പ്രകൃതത്തിലുള്ള എന്തെല്ലാം ഖൈറുകളുണ്ടോ അതിന് നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇവൾക്ക് എന്തെല്ലാം ഷർറുകളുണ്ടോ അതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് ഭാര്യയുടെ മൂർധാവിൽ കൈവച്ചുകൊണ്ട് ആദ്യമായി ദുആ ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പെണ്ണിനെ കാണുമ്പോൾ ആദ്യം അതാ ചെയ്യേണ്ടത്, അല്ലാതെ ആദ്യം ലിപ് ലോക്ക് അല്ല. ഇപ്പം അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അസ്ഥിര കണ്ടു കഴിഞ്ഞാൽ ഉണ്ട് ലിപ് ലോക്ക്. ചുണ്ട് കോർത്ത് ഒരു ഫോട്ടോ എടുക്കട്ടെ, ഉണ്ട് ആദ്യം ഒരു കാര്യമായിട്ട് ചുണ്ട് കൊടുക്കുക. അത് ചുണ്ടൊക്കെ നേരത്തെ കൊടുത്ത് സേവ് ദ ഡേറ്റിലാണ് ബേക്കൽ ഫോർട്ടിൽ പോയിട്ട് രണ്ടുപേരും ചുണ്ടും കൊടുത്തോണ്ട് ഇണക്കുരുവികളെ പോലെ നിൽക്കാൻ പോവാൻ. ഒരു വർഷം കഴിഞ്ഞാൽ കല്യാണം, ഇപ്പോഴേ ചുണ്ട് കോർത്ത് കഴിഞ്ഞു. നീ കെട്ടിച്ച് വിട്ടില്ലെങ്കിൽ വർഷം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. എന്തൊക്കെ പരിപാടിയാണ്. കല്യാണത്തിൻ്റെ ആകുമ്പോൾ പറയുന്നില്ല, പറഞ്ഞാൽ വേറെ വിഷയത്തിലേക്ക് പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ അടുത്തൊരുത്തം കണ്ട് മുട്ടായി കൊടുക്കുന്നത് ഒരു മണവാളൻ എന്ന് പറഞ്ഞു, കണ്ടില്ലായിരുന്നു? ഇനിയിപ്പോൾ അവൻ്റെ പരിപാടി നമ്മളെ ഏറ്റെടുക്കും. കാസർഗോഡ് വരെ ഇനി അത് കൊണ്ടുവരിക. ട്രെൻഡ് എന്തൊക്കെയുണ്ടോ അത് ഇവിടുന്ന് തുടങ്ങുക. ഇവിടുന്ന് അങ്ങോട്ട് തെക്കോട്ട് അലയടിക്കാൻ. ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല, അവിടുന്ന് ഇങ്ങോട്ട് വന്നു. സാധാരണ നമ്മളിവിടെ ഒരു പാൻസ് ഇവിടെ നടുക കീറിയാൽ അപ്പുറത്തുനിന്ന് അങ്ങനെ കറങ്ങി അങ്ങെത്തുമ്പോഴത്തേക്കും ഒന്നും ഇല്ലാതാവും. തെക്കോട്ടെത്തുമ്പോൾ തുണി ഇല്ലാതായിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു കീറിലിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങനെ പോന്നു വന്ന് വെട്ടും കുത്ത് റാത്തി ബായി ഫുള്ള് കീറി അങ്ങേയത്ത് തിരുവനന്തപുരം എത്തുമ്പോൾ ഫുള്ള് തുണിയില്ല. അങ്ങനെയാണ് സാധാരണ. പ്രാവശ്യം കണ്ടില്ലേ, 4 ലക്ഷം രൂപയുടെ മിഠായിയാണ് ക്രെയിനിനകത്ത് കൊണ്ടുവന്ന് പെണ്ണിൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുക്കുക. ക്രെയിനിനകത്ത് കൊണ്ടുവരും, ക്രെയിനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുക. 4 ലക്ഷം രൂപയുടെ മിഠായി പരിപാടി ആരോ ഒരാൾ തുടങ്ങി വെച്ചാണ്. ഒരു കിക്കാറ്റ് ഇങ്ങനെ കൊടുത്തതാ. അവസാനം ഇതിപ്പെടുത്തി 4 ലക്ഷത്തിൻ്റെ ക്രെയിനകത്ത് കൊണ്ടുവന്ന് പെണ്ണിൻ്റെ തലയിലോട്ട് ഇറക്കി കൊടുക്കുക. വിഷമില്ല. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഇതിനി അത് തന്നെ ട്രെൻഡായിരിക്കും. ഇനി അത് പല ഭേദങ്ങൾ കാണിക്കും. എല്ലാം നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണല്ലോ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. 45 വർഷങ്ങൾക്ക് മുമ്പ് മർഹൂം ശൈഖുന തനവാ ഉസ്താദ് എഴുതി ക്രോഡീകരിച്ചതാകുന്ന മവാഹിബുൽ ജലിയയിലൂടെ ശൈഖുന അവരുകൾ പറഞ്ഞു വെച്ചത് ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്ര ശരിയാണ്. പണമുള്ളതാകുന്ന വിശ്വാസികൾക്കിടയിൽ വരെ അവന്റെ സമ്പത്തിൻ്റെതാകുന്ന വലിപ്പം കാണിക്കാം. സ്വന്തം മകളുടെ വിവാഹം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നതായ രക്ഷിതാക്കളല്ലേ പ്രവാസ ലോകത്ത് കഴിഞ്ഞുകൂടിയതാകുന്ന വർഷങ്ങളോളം സമ്പാദിച്ചതാകുന്ന സർവ്വസമ്പാദ്യവും നാട്ടിലുള്ളവരുടെ പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പ് മാറ്റാനല്ല അത് ഉപകരിക്കുന്നത്. സ്വന്തം മകളുടെ കല്യാണം വരുമ്പോ നാട്ടുകാർക്ക് മുന്നിൽ വലിയ കങ്കേങ്ങമായി 10 ദിവസത്തിനാകുന്ന കല്യാണം നടത്തുകയാണ്. പച്ച കല്യാണം, മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം എന്നിങ്ങനെ
ഇങ്ങനെ പറഞ്ഞ് പല നിറങ്ങളുടെ വർണ്ണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളോടെ ബൊഫേ സംസ്കാരങ്ങൾ കൊണ്ടുവന്ന് ആഭാസങ്ങൾ കാണിക്കുന്ന സമുദായമായി ഈ തലമുറ മാറിയില്ലേ? എത്ര വലിയ ധൂർത്താണ്, ദുർവയമാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പൈസ ഉള്ളവരെങ്ങനെ കാണിക്കുന്ന പേക്കൂത്തുകൾ ഇത് കണ്ടിട്ട് ഇന്നിപ്പോ ലോൺ എടുത്തിട്ടും പാവപ്പെട്ടവരും കാണിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ ആഭാസങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ വലിയ ഹിസാബിടും. ദുനിയാവിൽ അള്ളാഹു വലിയതാകുന്ന വിപത്തും തരും. ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും വമൻ ബദറ അഫ്ഖറഹുല്ലാഹ്, ഈ ദുനിയാവിൽ വല്ലാതെ ധൂർത്തും ദുർവയം നടത്തിയവനെ അള്ളാഹു അങ്ങേയറ്റം അഫ്ഖറഹുല്ലാഹ്, ഏറ്റവും വലിയ ദരിദ്രനാക്കി മാറ്റും. സയ്യിദുനാ റസൂലുള്ളാഹി ഉറപ്പാണത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒന്നില്ലെങ്കിൽ ദുനിയാവ് കൊണ്ട് ദരിദ്രൻ, അല്ലെങ്കിൽ ആഖിറം കൊണ്ട് ദരിദ്രൻ, രണ്ടാലൊന്നും അള്ളാഹു തരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ധൂർത്തും ദുർവയവും മുസ്ലിമിന് ചേർന്നതല്ല. അതൊക്കെ ഒഴിവാക്കിക്കോ. അനാമത്തെ ചെലവുകൾ, ആവശ്യമില്ലാത്ത പരിപാടികൾ ഒക്കെ ഒഴിവാക്കിക്കോ. അതിനൊന്നും നമ്മൾ കൂടുതൽ വാഴ്ന്നു പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഇന്നും ബുദ്ധി ഉദിക്കാത്ത ആളുകൾ നമ്മുടെ മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ അവനും അള്ളാഹുമായിട്ടായിക്കോട്ടെ. എത്ര വാഴ്ന്നു പറഞ്ഞിട്ടും കേൾക്കാത്ത ആളുകളുണ്ട്. നിസാരവൽക്കരിക്കുന്നവർ, ആലിമീങ്ങളുടെ, ഉലമാക്കളുടെ, പണ്ഡിതന്മാരുടെ, മുദരിസന്മാരുടെ, ഇമാമീങ്ങളുടെ വാഴുകളെയൊക്കെ നിഷ്ഫലമാക്കി നിസാരവൽക്കരിക്കുന്നവന് നാളെ ആഖിറത്തിൽ അവരുമായി അള്ളാഹുമായിട്ട് ഹിസാബ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇനി കൂടുതൽ അതിലേക്ക് പറയുന്നില്ല. ഒക്കെ പറഞ്ഞു, ഇഷ്ടംപോലെ പറഞ്ഞതാണ്. പല രീതിക്കും കാണിക്കുന്ന ആഭാസങ്ങൾ വീണ്ടും അത് കുറയുന്നില്ല, കൂട്ടിക്കൂടിക്കൊണ്ടുവരികയാണ്. മുനിയന്മാർ വരട്ടെ, വിഷയമൊന്നുമില്ല, നമ്മളിത് ഏത് 6-ാം നൂറ്റാണ്ടിലല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും ഇത് തന്നെ കാണിച്ചു കൂട്ടുന്നവർ അവരും അള്ളാഹു നമ്മളക്കാക്കട്ടെ. പറയാന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് പറയുന്നു, ഉൾക്കൊണ്ടില്ലെങ്കിൽ അദാബാണ്. അള്ളാഹു നമ്മളെ കാക്ക് സംരക്ഷിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ദീനിയായ പെണ്ണായിരിക്കണം, ദീനിയായ പുരുഷനായിരിക്കണം. അവരുണ്ടാകുന്ന കുട്ടി സ്വാലിഹീങ്ങളാകണമെങ്കിൽ ആ പെണ്ണിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് തുടക്കത്തിന് ദുആ ചെയ്യണം. നീ നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ലക്ഷ്യം വെക്കുമ്പോൾ തന്നെ ഇദാ അറത്ത ഇലാ അഹ്ലിക ഫഖുൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ജന്നിബിശ് ശൈത്വാൻ വജന്നിബിനശ് ശൈത്വാന ഫീമാ റസഖതനാ. ദുആ നബി തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹുവേ, പിശാചിനെ നീ ഒഴിവാക്കി തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് അഊദും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് വേണം കിടപ്പറയിലേക്ക് പോകാൻ. സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇതൊക്കെ നിസാരവൽക്കരിച്ചവർ ഇന്നും ഈ ഉമ്മത്തിൽ വിരൽ കടിക്കുന്നവരുണ്ട്. മക്കളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. കാരണം പൈശാചികത ഒഴിവാക്കണം. നബി തങ്ങൾ പറഞ്ഞു, ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറഅതിഹി വലം യുസമ്മില്ലാഹ തആല ഇൻതവ ശൈത്വാനു ഇഹ്ലീലഹു ഫയുജാമിഉ മഅഹാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരാൾ അവൻ അഊദും ബിസ്മിയും ചൊല്ലാതെയാണ് ഭാര്യയുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ചുരുണ്ട് കിടക്കും. ഹദീസാണ്, നബി തങ്ങൾ പറഞ്ഞതാണ്. പിശാച് ചുരുണ്ട് കിടക്കും. ഇഹ്ലീലഹു, പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത്. നീയാണ് അവളുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ പിശാചായിരിക്കും യഥാർത്ഥത്തിൽ ആ ബന്ധം സ്ഥാപിക്കുക. അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ നിനക്കുപകരിക്കില്ല. കുട്ടി പൈശാചികത ഉള്ളവനാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെല്ലണം? ഔദും ബിസ്മി. ഇതൊക്കെ തമാശയായിട്ട് നമ്മൾ കാണരുത്. ഏതെങ്കിലും പാശ്ചാത്യ 2 സിനിമയുടെ പോസ്റ്ററോ അതും ഇതൊക്കെ കണ്ടിട്ട് വലിഞ്ഞു കയറുന്നവരെ മനസ്സിലായിക്കോ, ആഖിറം നഷ്ടമാണ്. മക്കള് സാലിഹീങ്ങളായി തീരൂല. നിസ്സാര വിഷയമല്ല. പിശാചിന് കടക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഞാൻ മുമ്പ് ഇത് പ്രസംഗിച്ചപ്പോൾ കുറച്ച് പേര് ഇതെടുത്തിട്ട് ട്രോളി. പിശാച് ചുരുണ്ട് കിടക്കുകയാണ് അവിടെ പോയിട്ട്, ഇറങ്ങും കണ്ടില്ല. എടാ, അതിന് ഞങ്ങളുടെ മതത്തിൽ പറയുന്നത് ഇതൊക്കെയാണ്. പരിശുദ്ധ ഇസ്ലാം ഇത് നിരീശ്വരവാദികളും യുക്തിവാദികളും ഇതൊക്കെ എടുത്തിട്ട് വലിയ കോറലുണ്ട്. ഹദീസിലുണ്ട്, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന എല്ലാ തലത്തിലൂടെയും പിശാച് സഞ്ചരിക്കും. ഷഫീഉനാ റസൂലുള്ളാഹി. യതശക്കലു ബിഅശ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബ വൽ ഖൻസീർ. നായയുടെയും പന്നിയുടെയും രൂപത്തിൽ വരെ പിശാച് രൂപമാറ്റം വരുമെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നാൽ മലക്കുകളോ യതശക്കലു ബിഅശ്കാലി മുഖ്തലിഫത്തിൻ ഗൈറൽ കൽബി വൽ ഖൻസീർ. നായും പന്നിയും ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ രൂപത്തിലും മലക്കുകൾക്ക് രൂപം മാറാൻ പറ്റുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇശാഇന് ശേഷം തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ വെളിയിൽ. സംസ്കാരമൊക്കെ കഴിഞ്ഞു. രണ്ട് സഹാബികൾ ഇങ്ങനെ ഇരുട്ടത്തുങ്ങനെ പോകുമ്പോഴത്തേക്കും നബിതങ്ങൾ അവരിങ്ങോട്ട് നോക്കുകയും ചെയ്തു. നബിതങ്ങൾ അവരെ കൈയടിച്ച് ഇങ്ങനെ വിളിച്ചു, വരാൻ പാവും. അപ്പോൾ അവരിങ്ങനെ അടുത്ത് മാറി വന്നു. നബിതങ്ങൾ പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയാണ് കേട്ടോ. എന്നിട്ട് ആ ഭാര്യയുടെ പേരും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ സഹാബികൾ പറഞ്ഞു, നഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് ഞങ്ങൾ കാവലത്തോടുന്ന നബിയെ, തങ്ങൾ അങ്ങനെ ഞങ്ങൾ തെറ്റിദ്ധരിക്കോ? തങ്ങൾ മഅസൂമാണ്, നബിയാൻ, ഒരിക്കലും തങ്ങളെ ഞങ്ങൾ തെറ്റിദ്ധരിക്കൂല, തെറ്റിദ്ധരിച്ചിട്ടുമില്ല. സ്വഹാബികളാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന തലത്തിലൂടെയൊക്കെ പിശാച് സഞ്ചരിക്കും. നിങ്ങൾ അങ്ങോട്ടങ്ങോട്ട് പോയി ഒരു അല്പം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും, മൂല്യാർ ഇശ കഴിഞ്ഞപ്പോൾ സൊള്ളക്കം ആരൊക്കെ ആയിട്ട് സൊള്ളുന്നുണ്ട് അവിടെ, ആരാണോ ഏത് പെണ്ണാണോ, കാരണം പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ, പെണ്ണാണെന്ന് മനസ്സിലായി. നിങ്ങളുടെ മനസ്സിലേക്ക് പിശാച് ഇട്ട് തരും. അതുകൊണ്ട് സംശയം ജനിപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങളുടെ ഹൃദയത്തിൽ വേണ്ട. അത് പാടെ ഒഴിവാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇതെന്റെ ഭാര്യ ഇന്നവളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിതങ്ങൾ പറഞ്ഞ വാക്യമാണെന്ത്? ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന എല്ലാ തലത്തിലൂടെയും പിശാച് സഞ്ചരിക്കും. നിങ്ങളുടെ നാടി നരമ്പുകളിലൂടെ ഒക്കെ സഞ്ചരിക്കും. അപ്പൊ പിന്നെ ഇവിടെ പറഞ്ഞ സ്ഥലത്ത് പോകൂലേ? ഉറപ്പായിട്ടും പോകും. ഹദീസാണ്, ഇതൊക്കെ വെറുതെ പറയല്ല. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ ഇത് പറയുന്നത്, കർശനമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ജനനേന്ദ്രിയത്തിലേക്ക്, നമ്മുടേതാകുന്ന ദ്വാരങ്ങളിലേക്കുള്ളിലേക്കും തുറക്കപ്പെട്ട ദ്വാരങ്ങൾക്കുള്ളിലേക്കുമൊക്കെ പിശാച് എപ്പോഴും കടക്കും. അതുകൊണ്ടാണ് ഔറത്ത് വെളിവാകുന്ന സമയങ്ങളിലൊക്കെ പിശാചിനെ കാവൽ തേടാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വാഷ്റൂമിലേക്ക് പോകണം, ടോയ്ലറ്റിലേക്ക് പോവാം, ഇടതുകാല് വെച്ചങ്ങോട്ട് കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിഫി, ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവല് തേടുന്നു. കാവല് തേടാൻ പറഞ്ഞു. കാരണം എന്താ? വാഷ്റൂമിൽ പോയിട്ട് അല്പാൽപമായിട്ട് ഔറത്ത് ഒഴിവാക്കും. പിശാച് നിന്നിലേക്ക് സ്വാധീനം ചെലുത്തരുത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാവല് തേടിക്കൊണ്ട് കയറണം. സയ്യിദുനാ റസൂലുള്ളാഹി ഇതേപോലെയാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞപ്പോൾ ഓക്കെ, പിന്നെ ഇവിടെ പറയുമ്പോൾ മാത്രം എന്താ നിനക്കൊരു വിഷമം? ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എന്ത് വേണം? ഔദും ബിസ്മി വേണം. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രദ്ധിക്കേണ്ട ഘടകമാണ്. മക്കളിൽ പിശാച് ബാധ ഏൽക്കാതിരിക്കാൻ ഗൗരിക്കേണ്ട വിഷയമാണ്. തീർന്നില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഹദീസുകളുടെ അടിസ്ഥാനം വെച്ചാണ് സംസാരിക്കുന്നത്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുക്കണേ. ബാങ്ക് വിളിച്ചാൽ പിശാച് കീഴ്വായി വിട്ടുകൊണ്ട് ഓടുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ ബാങ്ക് വിളിയുടെ നാദമെത്തുന്ന സ്ഥലത്ത് നിന്നൊക്കെ പിശാച് ഓടുമെന്നാണ്. കുട്ടിയിൽ നിന്ന് പൈശാചികത ഒഴിവാക്കാനാണ് ആ ബാങ്ക്. വലത്തേക്കാതിൽ ബാങ്കും ഇടത്തേക്കാതിൽ ഇഖാമത്തും കൊടുക്കലുണ്ടോ? കൊടുക്കലുണ്ട്. ഇത് തുടക്കം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ പ്രശ്നമാണ്.